അതുകൊണ്ടാണ് പാനൽ ടു പാനൽ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയാം. വേറെ ചോദ്യങ്ങൾ? ഇപ്പൊ പാനൽ കോസ്റ്റ് ഇപ്പൊ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറഞ്ഞല്ലോ കഴിഞ്ഞ വർഷങ്ങളെ മുൻ വർഷങ്ങളെയൊക്കെ നോക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഈ ഓൺ ഗ്രിഡ് എന്നുള്ള മാറി ഓഫ് ഗ്രിഡിലേക്ക് ഇപ്പൊ കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് വരുമോ ഇപ്പൊ? ഓഫ് ഗ്രിഡ് അല്ലെങ്കിലും പാനൽ കോസ്റ്റ് കാരണമല്ല ഓഫ് ഗ്രിഡ് എക്സ്പെൻസീവ് ആയത്. ബാറ്ററിയുടെ കോസ്റ്റ് ആണ്. പക്ഷെ ബാറ്ററിയിൽ ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ഇനി ലിഥിയം അയൺ വരുമ്പോഴേക്കും മറ്റേ സാധാരണ ട്യൂബ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്യൂബുലാറും ഇതെല്ലാം കുറയുമല്ലോ കുറച്ചുകൂടി. ലിഥിയം ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ആരുടെയും ഒരു പ്രൂവൺ ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന മോഡൽ വാങ്ങാൻ പറ്റും ഉറപ്പ് കിട്ടിയിട്ടില്ല അല്ലെ? ഒരു നമ്മുടെ ഗവൺമെന്റ് BIS-ഓ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫൈ ചെയ്ത് വന്നിട്ടില്ല ഇതുവരെ അല്ലെ കൃത്യമായിട്ട് അല്ലെ? BIS മാത്രമല്ല, പലരും പല സ്റ്റാൻഡേർഡിലാണ്. നമ്മളെ BMS ഓരോ കമ്പനിയുടെയും ഓരോ രീതിയിലാണ്. പിന്നെ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ വേണം, അത് ടെസ്റ്റ് ചെയ്യണം, അതിന്റെ സെറ്റിംഗ്സ് നോക്കണം, കമ്മ്യൂണിക്കേഷൻ നോക്കണം. അത് എത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കേസിലും ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സ് ഫൈനലൈസ് ആയിട്ടില്ല. പല സ്റ്റാൻഡേർഡ്സിലാണ് ചാർജിങ് നടക്കുന്നത്. അപ്പം അതുകൊണ്ടും ഫിക്സഡ് ഇന്ന പ്രോട്ടോകോളില് ചാർജിങ് വേണം എന്നുള്ള കാര്യവും തീരുമാനമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ലിഥിയമിന്റെ കേസ് ഏർലി സ്റ്റേജസിൽ തന്നെയാണ് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഈ നമ്മുടെ ഈ KSEB ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് ചാർജിങ് സെന്റേഴ്സ് നമ്മുടെ വെഹിക്കിൾ EV വെഹിക്കിളിന് വേണ്ടിയിട്ട്, ഇലക്ട്രിക് വെഹിക്കിളിന് വേണ്ടിയിട്ട് ചാർജിങ് സെന്റേഴ്സ് കുറച്ച് എടുത്ത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ എടപ്പള്ളിയിൽ ഒരെണ്ണമുണ്ട് അതുപോലെ KSEB ഓഫീസില്. അപ്പോ അവരുടെ അത് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ആയിക്കുമല്ലോ അവരുടെ. അത് വെച്ച് ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ? അല്ല, കോമൺ സ്റ്റാൻഡേർഡ് അല്ല അത്. ഇപ്പൊ അദ്ദേഹം PPT-യിൽ പറയുമായിരിക്കും. അതിനകത്ത് ചെക്ക് ഡേ അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ബാറ്ററി പോർട്ടിലും ഉണ്ട്, ചാർജിങ് പ്രോട്ടോകോളിലും ഉണ്ട് EV-യുടെ. അപ്പം അങ്ങനെ രണ്ട് തരത്തിലുള്ള വണ്ടികളും വരുന്നുണ്ട്. 2-3 തരത്തിലുള്ള പോർട്സ് ഉള്ള വണ്ടികൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് അത് മിക്ക ചാർജിങ് സ്റ്റേഷനിലും ഈ 3 പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഏതെങ്കിലും 2 പ്രോട്ടോകോള് ഉള്ള രീതിയിലായിരിക്കും ക്വിക്ക് ചാർജിങ്ങും നോർമൽ ചാർജിങ്ങിനും ഉള്ളു അല്ല. അതിന്റെ സ്പീഡിനെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്യണേ. ചാർജിങ് പ്രോട്ടോകോള് വ്യത്യാസമുണ്ട്, അതിന്റെ കണക്ടേഴ്സും വ്യത്യാസമുണ്ട്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. മെഷീൻ ശരിക്കും ബാറ്ററി ഇതായിട്ട് ഇന്ററാക്ട് ചെയ്യണം നമ്മുടെ ചാർജറായിട്ട്. എന്തോരം ചാർജ് വേണം, എത്ര കറണ്ടിൽ ചാർജ് ചെയ്യണം, എത്ര വോൾട്ടേജിൽ ചാർജ് ചെയ്യണം എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് വെഹിക്കിളും ഈ ചാർജിങ് സ്റ്റേഷനായിട്ട്. അതിൽ എത്ര ഇപ്പൊ കറന്റ്ലി എത്ര പെർസെന്റേജ് ഉണ്ട് നിലവിലുണ്ട്, അത് എത്ര അഡീഷണൽ വേണ്ടി വരും ഫുൾ ചാർജിനുള്ള, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ്, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഇന്നാളെ കണ്ടിരുന്ന ആപ്പേ ഓട്ടോന്റെ ഒരു ചാർജിങ് പോയിന്റ്, അതായത് ഡീലറിന്റെ ട്രിവാൻഡ്രത്ത് തന്നെ, ഡീലറിന്റെ അടുത്ത്. അപ്പൊ നമ്മൾ ബാറ്ററി അഴിച്ചിട്ട് നമ്മൾ അവിടെ ഒരു RFID കീ തന്നിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത്. നമ്മൾ അവരുടെ സ്റ്റേഷൻ പോലെ ഉണ്ട് ഒരെണ്ണം. അതെ, സ്വാപ്പബിൾ ബാറ്ററീസ് ആണ്. അത് തന്നെ. അപ്പൊ ചാർജ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ട. അതെ. അപ്പൊ അത് നേരെ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ ഓട്ടോയിലേക്ക് അതിൽ നിന്നുള്ള ബാറ്ററി, ഫുൾ ചാർജ് ആയ ബാറ്ററി എടുത്തു വെച്ചു. അപ്പൊ അതിന് ചാർജിങ് സ്റ്റേഷന്റെ ആ ഒരു പ്രോട്ടോകോൾ അതിനകത്ത് ബാധകമല്ല. ഓക്കെ. റൈറ്റ്. അപ്പൊ ആ യൂണിറ്റ് വേണമെങ്കിൽ എവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെ? ഏതെങ്കിലും പോയിന്റ് വേണമെങ്കിൽ സൺ മൊബിലിറ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ് അത് ചെയ്യുന്നത്. സോഴ്സ് ചെയ്ത് കൊടുക്കണം അല്ലെ? ആ സ്റ്റേഷൻസ് ഇത് ചെയ്യണത് സൺ മൊബിലിറ്റി. അതെ, സ്റ്റേഷൻ വിത്ത് ബാറ്ററി സൺ മൊബിലിറ്റിയുടെ സ്കോപ്പിലാണ്.
സൺ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റേവ കാറില്ലേ, അതെ, ഓക്കെ, ബാംഗ്ലൂർ ഉണ്ടായിരുന്ന, ഓക്കെ. അതെ ആ, അതെ, right. ആ, അതിന്റെ ഡയറക്ടറാണ് സൺ മൊബിലിറ്റി. തുടങ്ങിയേക്കണം. ഓക്കെ, ഓക്കെ. ആ. ആ, റേവ അങ്ങനെ തന്നെ മഹീന്ദ്ര എടുത്തല്ലോ. E2 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങണതാണ് പഴയ വണ്ടി. അതെ അതെ അതെ, അതിനകത്ത് ആ. സ്റ്റേക്സ് ഉണ്ട് ഇപ്പോഴും ആൾക്ക്. ഓക്കെ. പുള്ളിക്ക് അവർക്കുണ്ട് അല്ലേ, ആ കമ്പനിക്കുണ്ട്. ആ, പുള്ളി എടുത്തിട്ടില്ല, അതെ. പുള്ളി ഉണ്ടല്ല അല്ലേ? അല്ല പുള്ളി ഉണ്ടല്ല, എനിക്കാണ് അതിന്റെ ടെക്നോളജിയും അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ. ഇപ്പോഴും അവരിൽ ആളുടെ നിന്നാണ് hand. സോഴ്സ് ചെയ്യണം മഹീന്ദ്ര. ആ. ഓക്കെ, ഓക്കെ. അതെ ആ കാറ് ഇവിടെ കൊടുക്കുന്നുണ്ട്, KCB-യിൽ നമുക്ക് റെന്റലിന് കൊടുക്കുന്നുണ്ട് KCB. ഈ ഓക്കെ E2. ഓക്കെ, അതെ അതെ, E2. ക്രിസ് സാർ റെഡി ചെയ്യണോ? ക്രിസ് സാർ കേൾക്കാമോ? സാറിന്റെ ഓഡിയബിൾ അല്ലെങ്കിൽ എന്റെ ഫോണിൽ വിളിച്ചാൽ മതി, ഞാനത് ഇവിടുന്ന് ലൈവായിട്ട് കണക്ട് ചെയ്തോളാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം ചോദിച്ചോളൂ. നമുക്ക് അതിനെ നമ്മുടെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ചെയ്യാം. ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഞാൻ രാജേന്ദ്ര, മറ്റേ KCB-യുടെ അദ്ദേഹത്തിനോടാണ് ചോദ്യം. നമ്മൾ ഗ്രൗണ്ടിലാണ് ഈ സ്ട്രക്ചർ ഫിറ്റ് ചെയ്യണതെങ്കിൽ അതിന് ഈ പറഞ്ഞ 4 എർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. റൂഫ് ടോപ്പിലല്ല വിചാരിക്കുക, ഗ്രൗണ്ടില് നമ്മൾ മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ട് പൈപ്പ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യണം വിചാരിക്കാം. അപ്പൊ ഈ എർത്തിന്റെ പ്രോബ്ലം വരുമോ? ഒരു എർത്താണ് നമ്മുടെ സ്ട്രക്ചറൽ എർത്ത്, ബാക്കി AC-ക്കും DC-ക്കും സെപ്പറേറ്റ് എർത്ത് തന്നെ വേണം എന്തായാലും. അല്ല, അപ്പൊ ഈ പാനൽ തമ്മിൽ എർത്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? അത് വേണം. അല്ല, പാനൽ ഓൾറെഡി സ്ട്രക്ചറിൽ നെറ്റും ബോൾട്ട് ടൈറ്റഡ് ആണല്ലോ. അതാ ഞാൻ ഓൾറെഡി അവിടെ കണക്ഷൻ കിട്ടും. നമ്മുടെ പാനലിലുള്ള ആനഡൈസ്ഡ് കോട്ടിംഗ് ഉണ്ട്, അതുകൊണ്ട് അതിനകത്ത് ആനഡൈസ്ഡ് സർഫേസ് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ കണ്ടക്ടിവിറ്റി കിട്ടാം, ചില കേസിൽ കണ്ടക്ടിവിറ്റി കിട്ടില്ല. അപ്പൊ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് പാനൽ ടു പാനൽ എർത്ത് ചെയ്യുന്നത്. അലുമിനിയം സ്ട്രക്ചറോ? അതെ അതെ, അലൂമിനിയം ഫ്രെയിമിനകത്ത് ആനഡൈസിങ് ചെയ്തിട്ടുണ്ട്. ആനഡൈസ്ഡ് അലൂമിനിയം എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ആനഡൈസ്ഡ് അലൂമിനിയം കണ്ടക്ട് ചെയ്യില്ല. കണ്ടക്ട് ചെയ്യില്ല? ഇല്ല സാർ, ഒരു പാനൽ എടുത്തിട്ട് അതിനകത്ത് ഡ്രിൽ ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കോട്ടിങ് കളയാത്ത ഒരു ഭാഗം, 2 സെക്ഷനുകൾ തമ്മിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി മോഡിൽ കണക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടിന്യൂറ്റി കിട്ടാതിരിക്കുന്നത്. അതെ, സാധാരണ കണ്ടിന്യൂറ്റി കിട്ടാറുണ്ട് ചില കേസിൽ. നല്ല പാനൽ വാങ്ങിച്ചു നോക്കൂ സാർ. നല്ല പാനൽ നോക്കൂ. ആനഡൈസിങ് പ്രോപ്പർ ആയിട്ടുള്ള പാനലിന് കണ്ടക്ടിവിറ്റി കിട്ടില്ല. ഫ്രെയിമിന്റെ കോട്ടിങ്ങിന് കട്ടി കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ സാറിന് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വരഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അല്ലാത്ത കേസിൽ ആനഡൈസ്ഡ് സർഫേസ് കണ്ടക്ട് ചെയ്യില്ല. കണ്ടക്ട് ചെയ്യില്ല? ഇല്ല, ഗൂഗിൾ ചെയ്യാം. ഓക്കെ. സാർ, അതുപോലെ ഒരു കസ്റ്റമറുടെ പേരിൽ തന്നെ 2-3 കൺസ്യൂമർ നമ്പർ വരുമ്പോൾ അത് മൊത്തത്തിൽ ഒരു പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ എങ്ങനെയാണ് പ്രൊസീജിയർ?
സാറേ ബെന്നി ചേട്ടാ കേൾക്കുന്നുണ്ടോ? ആ നമുക്ക് ഇങ്ങനെയുള്ള കേസ് വന്നു കഴിയുമ്പം ഓരോ മീറ്ററിലും 500 യൂണിറ്റ് കറണ്ട് എക്സസ് ആണെങ്കിൽ നമുക്ക് അടുത്ത മീറ്ററിലോട്ട് അത് വീല് ചെയ്യും. 500 യൂണിറ്റ് എക്സസ് ആവണം. അതിനൊരു വീലിംഗ് ചാർജും KSB വാങ്ങുന്നുണ്ട്. നമ്മള് സോളാർ ചെയ്യുമ്പോൾ ബില്ല് മന്ത്ലി ആവും. അപ്പൊ ഒരു 600 യൂണിറ്റ് കറണ്ട്, ഒരു 5 കിലോവാട്ട് വെച്ച് 600 യൂണിറ്റ് കറണ്ട് ജനറേറ്റ് ചെയ്ത് നമുക്ക് ആദ്യത്തെ മീറ്റർ 100 യൂണിറ്റേ ഉള്ളൂ. 500 യൂണിറ്റ് എക്സ്പോർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് അത് വീല് ചെയ്യാൻ പറ്റും. ഞാൻ 500 നമ്മൾ ഉപയോഗിച്ച് 100 ആണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ 100 യൂണിറ്റ് അടുത്ത മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വീല് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇല്ല സാറേ, ക്ലിയർ ആയില്ല. ഒരു ബില്ലെന്ന് പറയുന്നത് എത്രയാ, 200 യൂണിറ്റ് താഴെ വരുന്നുള്ളൂ. ആ, അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? 200 യൂണിറ്റ് താഴെ വരുന്ന ഒരു ബില്ലില് നമുക്ക് ഒരു 1000 യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സോളാർ ആണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ബില്ലിലോട്ട് അത് വീല് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് 200 യൂണിറ്റിന് ഒരു 300 യൂണിറ്റ് പവർ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് എക്സസ് വരുന്ന അല്ലെങ്കിൽ KSBക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന 100 യൂണിറ്റ് നമുക്ക് അടുത്ത മാസത്തേക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ബില്ലിലും 500 യൂണിറ്റ് കറണ്ട് എക്സസ് ആയിരിക്കണം എന്നാണ് അർത്ഥം. ഒരു ബില്ലിൽ 100 യൂണിറ്റ് എക്സസ് ആവണം. എക്സസ് പ്രൊഡക്ഷൻ നടക്കണം അല്ലേ? മന്ത്ലി എക്സസ്. ഇപ്പൊ സാറ് 1000 യൂണിറ്റ് ഒരു മാസം പ്രൊഡ്യൂസ് ചെയ്യേണ്ട, അതിനകത്ത് 500 യൂണിറ്റ് സാറ് കൺസ്യൂം ചെയ്യേണ്ട, ബാക്കി 500 യൂണിറ്റ് ഒരു മാസം സാറിന് എക്സസ് ഉണ്ടെങ്കിൽ ആ 500 യൂണിറ്റ് സാറിന് വീൽ ചെയ്യാം. ഐ മീൻ അപ്പുറത്തെ കൺസ്യൂമർ നമ്പറിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ 500 യൂണിറ്റ് എക്സസ് വേണം. കൺസ്യൂമറിന്റെ അഡ്രസ് സെയിം ആയിരിക്കുകയും ചെയ്യണം. എങ്ങനെ കൺസ്യൂമറിന്റെ അഡ്രസ് സെയിം ആയിരിക്കും ചെയ്യണം. ഒരാളുടെ പേരിൽ തന്നെ ആയിരിക്കും. ഒരാളുടെ പേരിൽ തന്നെ ആയിരിക്കണം. അതെ. നമുക്ക് ക്രിസ് സാറ് വന്നിട്ടുണ്ട്. അത് പിന്നെ ഫോണ് സാറിന്റെ അവിടെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഫോണിലൂടെ സാറ് നമ്മളോട് സംസാരിക്കും. സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ സ്റ്റാർട്ട് ചെയ്തോളൂ. സാർ പറഞ്ഞോളൂ. നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. സോറി സാറ് പിന്നെയും അവിടെ ലൈൻ ഓഫ് ആയി പോയി. ശരി, നമുക്ക് അത് ഇന്ററാക്റ്റീവ് സെഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോറി, അവർക്ക് സാറിന് അവിടെ എന്തോ ഒരു ചെറിയ ടെക്നിക്കൽ എറർ അവിടെ വന്നു. ചോദ്യം ചോദിച്ചോളൂ. കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളിൽ, അതായത് ഇവർക്ക് കൺസ്യൂമർ നമ്പർ കിട്ടാത്ത കേസുകളിൽ എങ്ങനെയായിരിക്കും നമ്മള് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്? കൺസ്യൂമർ നമ്പർ കിട്ടാത്ത ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അവർ വെക്കണമെന്ന് പറയുന്ന കേസുകളിലെ ഒന്നും ചെയ്യാൻ ഇല്ല, പറ്റില്ല. കൺസ്യൂമർ നമ്പർ കിട്ടാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല.
കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മറ്റേ എന്താണ് ആദ്യം എടുക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ എന്താണ് ടെമ്പററി കണക്ഷനിൽ നമുക്ക് അപേക്ഷ കൊടുക്കാതിരിക്കാം. പക്ഷെ നമുക്ക് പെർമനന്റ് കണക്ഷൻ ആയാൽ മാത്രമാണ് പെർമനന്റ് കണക്ഷൻ ആകുമ്പോഴാണ് കണക്ടിവിറ്റി കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. PCBയിലേക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം ടെമ്പററി കണക്ഷൻ അല്ലേ, പക്ഷെ നമുക്ക് കണക്ടിവിറ്റി ആകുമ്പോഴത്തേക്കും പെർമനന്റ് നമ്പർ ആയിരിക്കണം. സാർ അതുപോലെ പുതിയ റൂള് കാര്യം പറഞ്ഞല്ലോ, 10 കിലോവാട്ടിന് മുകളിലുള്ള സിസ്റ്റത്തിന്റെ എന്താണ് മൊത്തത്തിൽ പമ്പിങ് നടത്തിക്കൊണ്ട് അതിന്റെ റേറ്റ് മാത്രം തിരിച്ചു കൊടുക്കുന്ന ഒരു സംഭവം, അതിന്റെ വല്ലതും പ്രോഗ്രസ് ഉണ്ടോ? അത് നടക്കുമോ അങ്ങനെ? ഓഡിയോ ഒന്നുകൂടെ പോയായിരുന്നു ഇടയ്ക്ക്, മനസ്സിലായില്ല എന്താ ചോദിച്ചത്. ഹലോ, ഇപ്പൊ പുതിയൊരു പുതിയ റൂള് വരുന്നെന്ന് പറഞ്ഞല്ലോ, 10 കിലോവാട്ടിന് മുകളിലേക്കുള്ള സിസ്റ്റത്തിന് എന്താണ് അത് കംപ്ലീറ്റ് മൊത്തത്തിൽ പമ്പിങ് നടത്തിക്കൊണ്ട് അതിന് കസ്റ്റമർക്ക് അതിന്റെ എമൗണ്ട് കൊടുക്കുക 2.9 3 രൂപ വെച്ചോ മറ്റോ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം വരുവാണെന്ന് ഒരു ഇടയ്ക്കൊരു ഇതുണ്ടായിരുന്നല്ലോ, അത് വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടാവുമോ? അറിയാമോ അതിനെ കുറിച്ച്? നിലവിൽ അത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല. നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് നെറ്റ് മീറ്ററിംഗ് ആണ്, അതിന് ഭാവിയിലോട്ട് ഗ്രോസ് മീറ്ററിംഗ് ഒക്കെ ആവുമെന്ന് പറയുന്നു. രാഹുലിന് അതിനെന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നോ? ഗ്രോസ് മീറ്ററിംഗ് കുറിച്ച് വല്ലതും ഐഡിയകൾ പറയാൻ പറ്റുമോ? ഇല്ല, ഗ്രോസ് മീറ്ററിംഗ് വരും. ഇപ്പോഴത്തെ പ്രപ്പോസലാണ് 10 കിലോ വാട്ടിന് മുകളിൽ ഗ്രോസ് മീറ്ററിംഗ് വരാം. പക്ഷെ അത് അഗെയിൻ നമ്മുടെ KCB അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കോമിന്റെ തീരുമാനത്തിന് ശേഷം മാത്രമേ ഇംപ്ലിമെന്റ് ആവുള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ ജൂൺ മാസത്തിനൊക്കെ ശേഷം ആവുള്ളൂ പറയുന്നു അല്ലേ? അതെ. പക്ഷെ അതും ചർച്ചകൾക്ക് ശേഷം ചിലപ്പോൾ നെഗോസിയേഷൻസ് ഉണ്ടാവും. നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ കിട്ടാനും ചാൻസ് ഉണ്ട്. മുഴുവനായിട്ട് നമുക്ക് 10 കിലോ വാട്ടിലേക്ക് പോകും അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഗ്രോസ് മീറ്ററിംഗ് ആവുമെന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ കൺഫർമേഷൻ ആവുള്ളൂ. അത് സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഇത് സംസാര വിഷയം തന്നെയാണ്. അപ്പം പല ഓർഗനൈസേഷൻസും അതിന്റെ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് റീകൺസിഡർ ചെയ്യാനായിട്ട്. ചിലപ്പം അത് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്, ഫൈനലായിട്ടില്ല. എന്റെ KSEB പ്രോജക്ട്സിന് മാത്രമേ ഉള്ള ഗ്രോസ് മീറ്ററിങ് KSEB പ്രോജക്ട്സിന് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടു, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ഡിസ്കോമിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു നിയമം വെക്കില്ല. അത് KSEB അല്ലാതെ തീരുമാനിക്കുന്നത് സെൻട്രൽ റെഗുലേറ്ററി കമ്മീഷനും കേരള റെഗുലേറ്ററി കമ്മീഷനും ആണ്. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് അത് തീരുമാനിക്കുന്നത്. അപ്പൊ അത് ഒരിക്കലും KSEB വഴി നെറ്റ് മീറ്ററിംഗ് 10-ന് മുകളിലും അല്ലാതെ ചെയ്യുന്ന പ്രോജക്റ്റിന് 10-ന് മുകളിൽ കിട്ടില്ല എന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നിലവില് ഉള്ള ഒരു ഇതെന്ന് പറയാം. ഹലോ, പറഞ്ഞോളൂ. നിലവിലുള്ള ഇതിനകത്ത് സബ്സിഡി മാത്രം ഡിസ്കോം വഴി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി വഴി സബ്സിഡി മാത്രം ഡിസ്ട്രിബ്യൂഷൻ ആണ് MNREയുടെ ഗൈഡ് ലൈൻ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ വന്നിട്ടില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ.
ഈ TOD മീറ്റർ അല്ലേ, TOD മീറ്റർ? ഹലോ, TOD മീറ്റർ ഇപ്പൊ നിലവിൽ വരാൻ പോണെന്ന് കേൾക്കുന്നുണ്ട്. അതിപ്പോ സാധാരണ വീടുകളിൽ അത് വരുമോ, സാധ്യതയുണ്ടോ? അതായത് രാവിലെ ഒരു റേറ്റ്, സന്ധ്യക്ക് വേറെ റേറ്റ്, രാത്രി 10 മണിക്ക് ശേഷം വേറൊരു റേറ്റിലാണ് ഇപ്പൊ അത് KCB കൊടുക്കാൻ പോണെന്ന് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ എന്നറിയാം. TOD മീറ്ററിൽ ഹയർ കൺസംഷൻ ഉള്ള എല്ലാവരും TOD തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിലവില്. നമ്മുടെ റേറ്റ് ഇപ്പൊ എല്ലാം ഒരേ 4.30 5 രൂപ വെച്ചിട്ടല്ലേ ഇപ്പൊ എല്ലാവരും കൊടുക്കുന്നത്? അല്ല, ഓരോ സമയത്തിനനുസരിച്ച് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് കൺസ്യൂം ചെയ്യുന്നത് ആ സമയത്തിനനുസരിച്ചാണ് മീറ്റർ ബില്ലുകൾ വരിക എന്ന് പറയാം, അതിന്റെ ചാർജസ് വരിക. വീടുകളിൽ നിലവിലായി കഴിഞ്ഞോ? ഹൈ കൺസംഷൻ കൂടുതലുള്ള വീടുകളിൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കൺസംഷൻ കൂടുതലുള്ള അല്ല, സാധാരണ വീടുകളിലായിട്ടില്ല. അല്ല, അത് വരാൻ പോകുന്നു എന്ന് കേട്ടു. അതും കൂടിയും വരും. അപ്പൊ എന്താ വെച്ചാൽ രാത്രിക്ക് ശേഷം ആൾക്കാർ സന്ധ്യ സമയത്ത് കണ്ടമാനം ലൈറ്റ് ഇടാതിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 10 മണിക്ക് ശേഷം റേറ്റ് കമ്മിയാവും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇത് KCBക്ക് അതൊരു ലാഭമാണ് എന്ന് പറയുന്നു. വരാം അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഹൈബ്രിഡിലേക്കും ഒക്കെ എത്തിച്ചേരട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അതെ, അത് നല്ലൊരു കാര്യം തന്നെയാണ് ഹൈബ്രിഡ്. പക്ഷെ ഹൈബ്രിഡ് ഇവിടെ അംഗീകരിക്കണില്ലല്ലോ, അതെന്താ? അത് നമ്മള് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ചോദിച്ചപ്പോൾ ഹൈബ്രിഡ് പറ്റില്ല, അത് അത്ര സക്സസ് അല്ല. അപ്പൊ നിങ്ങൾ മറ്റേ സാധാ തന്നെ വെച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നു. ഹൈബ്രിഡ് KCBക്ക് ഒരു ഗ്രിഡ് ഇന്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം അത് ആ സ്കീമിൽ വെക്കുവാണെങ്കിൽ ആ ഒരു സ്കീമാറ്റിക്കിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറ്റും. എന്ന് പറഞ്ഞാൽ ആ സ്കീമാറ്റിക് AC കപ്പിൾഡ് ബാക്കപ്പ് സിസ്റ്റം എന്ന് നമ്മൾ പറയാം. AC കപ്പിൾഡ് സിസ്റ്റം ആ കോൺസെപ്റ്റിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറ്റും. അത് സെയിം ഇൻവെർട്ടർ ആണോ അതോ വ്യത്യാസമുണ്ടോ? അല്ല, വ്യത്യാസമുണ്ട്. നമ്മുടെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടിലായിരിക്കും നമ്മുടെ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ കണക്ട് ചെയ്യുക. ഈ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ കൂടി ആയിരിക്കും നമ്മുടെ എക്സ്പോർട്ടിങ് നടക്കുക. കറണ്ട് പോകുമ്പോൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിന്റെ എക്സ്പോർട്ടിങ് നിൽക്കും. ബട്ട് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ നമ്മുടെ ഔട്ട്പുട്ട് പവർ കണ്ടിന്യൂ ചെയ്യും. കാരണം ബാറ്ററിയുടെ പവർ എടുത്തിട്ട് AC ജനറേറ്റ് ചെയ്യണോണ്ട് ആ ACയുടെ റെഫറൻസിൽ നമ്മുടെ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ കണ്ടിന്യൂ ചെയ്യും വർക്ക് ചെയ്യാൻ. അപ്പൊ അതിനകത്ത് ചാർജിങ് നടക്കും. ആ ഒരു സ്കീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൈറ്റുകൾ ആ ഒരു ഇതിനകത്ത്. ഹൈബ്രിഡിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോളാർ ജനറേഷൻ എത്രയാണെന്ന് നമുക്ക് മീറ്റർ വെച്ച് അറിയാൻ പറ്റില്ല. അതാണ് KCB നിലവിൽ ബുദ്ധിമുട്ട്. അറിയാൻ പറ്റില്ല. അതെ, സോളാറിന്റെ പ്രൊഡക്ഷൻ എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് എക്സ്റ്റേണൽ മീറ്റർ വെക്കാൻ പറ്റില്ല. അത് ശരി. അത് സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യണത് അല്ലേ? സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അപ്പോഴും DC മാത്രമേ അറിയാൻ പറ്റുള്ളൂ, AC അറിയില്ല. അത് ശരി. അപ്പൊ ഇവിടെ അത് അംഗീകരിക്കുന്നുണ്ട് KCB എടുക്കാൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ട്? പലയിടത്തും ഹൈബ്രിഡ് സിസ്റ്റംസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു എത്ര 10 കിലോ വാട്ട് 5 കിലോ വാട്ട് പല സൈസിലുണ്ട്. എനിക്ക് അതല്ല മിനിമം ഇത്ര വേണമെന്നുണ്ടോ? അങ്ങനെയില്ല. 3 കിലോ വാട്ട് ആയാലും അവര് അംഗീകരിക്കും. യെസ്. അല്ല, അവര് 1-2 ചോദിച്ചപ്പോ അവര് അത് ഇല്ല, അത് ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നു കഴിഞ്ഞാൽ അത് നേരെ ഗ്രിഡിലേക്ക് കയറി വരും. അത് നമുക്ക് ഓരോ സംശയങ്ങൾ പറയുണ്ടായിരുന്നു. അതുണ്ട്. ഒരു വർഷം മറ്റേ ആയുള്ളൂ ഇങ്ങനെ ഒരു മാനുവൽ ഓപ്പറേഷൻ അല്ലാന്നാ പറയണത്. അല്ല, ആന്റി അലിൻഡിങ് റിലേ ഉള്ള ഇൻവെർട്ടർ ആണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് അതെ അതിന്റെ ഉള്ളില് സർക്യൂട്ട് ആവുകൊണ്ട് അത് അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണു. അപ്പൊ ഗ്രിഡ് ടൈ ഇൻവെർട്ടറിന്റെ ഉള്ളിലും ആ റിലേ തന്നെയല്ലേ? അല്ല, അത് പിന്നെ ഗ്രിഡ് ഓൺ ആയ KCB ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കയറില്ലല്ലോ. KCB ഓഫ് ആയാൽ വർക്ക് ചെയ്യാതിരിക്കാനുള്ള കാരണം ആന്റി അലിൻഡിങ് റിലേ ആണ്. അതെ, അത് അപ്പൊ ഓഫ് ഗ്രിഡ് ആകുമ്പോ നമ്മള് ഇൻവെർട്ടർ ഓൺ ആയി കിടക്കല്ലേ? പക്ഷെ ഈ ഇൻവെർട്ടറിന്റെ പ്രൈമറി സൈഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിംഗ് സൈഡിൽ ആന്റി അലിൻഡിങ് റിലേ ഉണ്ട്. എക്സ്പോർട്ടിംഗ് സൈഡിലല്ലേ? അതെ. അത് ശരി. ഞാൻ 1-2 സ്ഥലത്ത് അവർ ചോദിച്ചു. അപ്പൊ ഞാൻ അത്
അംഗീകരിക്കില്ല പറഞ്ഞപ്പോൾ ഞാനത് മറ്റേ സാധാ ഇൻവെർട്ടർ തന്നെ ആക്കാനുള്ള പരിപാടി ഉണ്ടായി. അപ്പൊ അവര് KSEB ചോദിച്ചപ്പോൾ അവരത് ആവണില്ല. നിലവിൽ 2 സൈറ്റ് നമ്മുടെ വർക്കിംഗ് ആണ് ഈ ഗ്രിഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇതിനകത്ത്. അത് ശരി. അത് എല്ലാ കമ്പനിക്കാരും ഇറക്കണില്ല തോന്നുന്നു. ഇല്ല, വില കൂടുതലാണ്. അതന്നെ. ഞാൻ ലൂമിനസിന് ചോദിച്ചപ്പോ അവരുടെ ഇല്ല പറഞ്ഞു, മറ്റേ ഇവരുടെ ഇല്ല. അപ്പൊ 2-3 കമ്പനിക്കാർ അവർക്ക് അതില്ല. ഇല്ല, ബഡ്ജറ്റ് കമ്പനീസ് ഒന്നും ആയിട്ടില്ല ഇപ്പൊ നിലവിൽ. അത് ശരി. താങ്ക് യു. ഇനി വേറെ ചോദ്യങ്ങൾ? ഇപ്പം പല കമ്പനികളും ഈ പാനലിന്റെ മേളില് പാനലിനോട് ഷീറ്റിനോട് ചേർത്ത് പാനൽ വെക്കുന്നത് അത് ഒരു 3-4-5 വർഷം കഴിയുമ്പോൾ കംപ്ലൈന്റ് ആയി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അതില് എന്താണ് വാസ്തവം? എന്തെങ്കിലും അതിൽ പ്രശ്നം ഉണ്ടാകുന്ന ഫീൽ ചെയ്യുന്നുണ്ടോ? ഷീറ്റിനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാല് ടെമ്പറേച്ചർ നമുക്ക് ഒരു അനത്തൊക്കെ 30 സെന്റിമീറ്റർ നമുക്കൊരു ഹൈറ്റ് വെക്കുകയാണെങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാവും. നമുക്ക് പ്രൊഡക്ഷനിൽ അത് അറിയാനുണ്ടാവും. ഞാനൊരു ഷീറ്റിനോട് ചേർത്ത് പണ്ടൊരു പാനൽ വെച്ചിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ബാക്ക് ഷീറ്റ് പൊടിഞ്ഞു പോയ ഒരു കണ്ടായിരുന്നു. ഷീറ്റിനോട് ചേർന്ന് കിടന്ന ഒരു പാനല് യാദൃശ്യമായിട്ട് പൊക്കി നോക്കി കഴിഞ്ഞപ്പം അതിന്റെ ബാക്ക് ഷീറ്റ് ഇതിന്റെ ക്വാളിറ്റിയുടെ കമ്പനിയുടെ വ്യത്യാസം, ക്വാളിറ്റി കുറവായിരിക്കാം. പക്ഷെ എന്നാലും അതിനുശേഷം ഞാനിത് ഷീറ്റിനോട് ചേർത്ത് പാനൽ വെക്കാറുണ്ട്. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദ്യം? ഹലോ. സാർ. ചോദിച്ചോളൂ. അത് ഈ പിന്നെ നമ്മുടെ ഗ്രിഡ് എക്സ്പോർട്ടും കൂടെ ചേർന്നിട്ടുള്ളതല്ലേ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്? ഓഫ് ഗ്രിഡ് പ്ലസ് ഗ്രിഡ് എക്സ്പോർട്ട് ഇതും കൂടെ ചേർന്നല്ലേ ഹൈബ്രിഡ് എന്ന് പറയുന്നത്? അതെ. ഓക്കെ. ഞാൻ ഗ്രൂപ്പ് 1 ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു കമ്പനി ഉണ്ട് സാർ, നമ്മുടെ ഡൽഹി ബേസ്ഡ് ആയിട്ട് സെൽക്രോണിക്സ് എന്നൊരു കമ്പനിയുടെ പിന്നെ ഇൻവെർട്ടർ ഉണ്ട്. ഒത്തിരി കമ്പനീസിനുണ്ട് ഇൻവെർട്ടർ. ഇപ്പോ എന്റെ അറിവിൽ ഞാൻ പറഞ്ഞതാണ് സാർ. അപ്പൊ ഒരു കമ്പനി ഇങ്ങനെ ഉണ്ടായിരുന്നു, ആക്ച്വലി ഉണ്ട്. ഒരു 75 രൂപ ഒരു 5K വെക്കാൻ 75 രൂപ, പിന്നെ 5Kയുടെ വേറൊരു മോഡൽ 1.5 ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട്. ഓക്കെ. ഡൗട്ട് ചോദിച്ചതാ. കാരണം അവരിങ്ങനെ കമ്പനിയുടെ പിന്നെ ബ്രോഷറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈബ്രിഡ് എന്ന്. ആക്ച്വലി ഗ്രിഡ് എക്സ്പോർട്ട് ഉണ്ട്. ഗ്രിഡ് എക്സ്പോർട്ട് അവർക്ക് ഓഫും ചെയ്യാം ഓണും ചെയ്യാവുന്ന ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഫീസിബിലിറ്റി എങ്ങനെയാ സാർ വരുന്നത്? അതിന്റെ ഫീസിബിലിറ്റി ഇത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ കമ്പനീസിന് മിക്കവർക്കും സർട്ടിഫിക്കറ്റ്സ് കുറവാണ്. അപ്പൊ നമ്മൾ KSEB കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ചിലതിന് ഹാർമോണിക്സ് കൂടുതൽ കാണിക്കാറുണ്ട്, ഫ്രണ്ട് എൻഡ് ഫിൽറ്റേഴ്സ് കുറവായിരിക്കും. ആ ഒരു ഇഷ്യൂ എപ്പോഴും അതിനകത്ത് ബഡ്ജറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സിനുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ടാണ് നമുക്ക് പല ബ്രാൻഡ്സിന്റെയും ഉപയോഗിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആരും റിസ്ക് എടുക്കാത്തത്. സാർ ഇത് ഇമ്പോർട്ടഡ് ആണ്, ഒരു തൈവാൻ മെയ്ഡ് ഇൻ തൈവാൻ ആണ് അവർ പറയുന്നത്. മെയ്ഡ് ഇൻ തൈവാൻ ആണെങ്കിൽ വോൾട്രോണിക്സിന്റെ ആയിരിക്കും. ഓൾട്രോണിക്സ് ആണ് സാർ, ഓൾട്രോണിക്സിന്റെ തന്നെ ഇവിടെ ഒരു സെൽക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഇറക്കുന്നത്. ഇവിടെ അവർ ഇന്ത്യയിൽ സെൽക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഇറക്കുന്നത്. ഓൾട്രോണിക്സിന്റെ തൈവാൻ ഓൾട്രോണിക്സിന്റെ ആണ്. അവര് MNRI ഒക്കെ അപ്രൂവ്ഡ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ നമുക്കത് വിശ്വാസം ആവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. സാർ ആർക്കും കുറിച്ച് അറിയാലേ, ഓൾട്രോണിക്സ് അറിയാലേ സാർ? അറിയാം. എങ്ങനെയുണ്ട് സാറിന്റെ പെർഫോമൻസ് ഒക്കെ? ഞാനൊരു കമ്പനിയെ കുറിച്ചൊന്നും പറയാൻ നിൽക്കാറില്ല. അല്ല അങ്ങനല്ല സാർ, അതല്ല ചോദിച്ചത് സാർ. അങ്ങനെ കമ്പനിയെ കുറിച്ചല്ല സാർ, നമുക്കത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ കൊള്ളാം. ബേസിക്കലി ട്രാൻസ്ഫോമർലെസ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നമ്മൾ ഇൻവെർട്ടറിൽ നമുക്ക് സർജിന്റെ പ്രശ്നം വന്നില്ല എന്ന് പറഞ്ഞാൽ ലോഡ് സർജിന്റെ പ്രശ്നം വന്നില്ല. കാരണം സർജ് വരുമ്പോൾ ഗ്രിഡ് ചെയ്യുന്നത് മാനേജ് ചെയ്തോളും. പക്ഷെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടേഴ്സിൽ ഈ സർജ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ട്രാൻസ്ഫോമർലെസ് ആയിട്ടുള്ള ഡിസൈൻ എന്തോരം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. മേ ബി ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ അല്ല ഞാൻ പറഞ്ഞ ലോഡിൽ നിന്നുള്ള ഇപ്പൊ നമ്മള് ഇൻഡക്ഷൻ 3:1 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പെട്ടെന്ന് ലോഡ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മോട്ടോർ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ 5 ടൈംസോ അങ്ങനെയൊക്കെ ലോഡ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ മാനേജ് ചെയ്യണ്ടെങ്കിലും എത്ര നാൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഉള്ള ഒരു പ്രൊഡക്റ്റിനുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ലൈഫ് കുറവാണ് ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഉള്ള പ്രൊഡക്ട്സിന്. ആ ഒരു ഇതും ഉണ്ട്. ഇനിയിപ്പം എന്റെ അറിവില്ലായ്മയാവാം, ബട്ട് ഇൻ ജനറൽ നമ്മള് ഈ മാർക്കറ്റിൽ കണ്ടേക്കുന്ന ഹൈ ഫ്രീക്വൻസി, അതും കേരള മാർക്കറ്റിൽ മിക്കതും ഫെയിലിയേഴ്സ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. ഇവിടെ കേരളത്തിന്റെ സാഹചര്യത്തില് കേരളത്തിന്റെ ലൈറ്റ്നിങ് ഇവിടുത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ ഹൈബ്രിഡ് ഈ പറഞ്ഞ സിസ്റ്റങ്ങളൊക്കെ ഒരു ലോങ് റണ്ണിൽ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് ആരും റിസ്ക് എടുക്കാത്തത്. നമുക്ക് ഈ ട്രാൻസ്ഫോർമർലെസ് സിസ്റ്റങ്ങളൊക്കെ നേരത്തെയൊക്കെ ഒരു പ്രാവശ്യം വന്നു പോയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസിയിലുള്ള സംഭവങ്ങളൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് വളരെ സെൻസിറ്റീവ് ആണ്. നമുക്കൊരു ലൈറ്റിംഗ് വന്നായി കഴിഞ്ഞാൽ ഈ സാധനം, പക്ഷെ അത് കംപ്ലൈന്റ് സർവീസ് ചെയ്യാൻ മറ്റേ ഈസി അല്ല തന്നെ. അതുകൊണ്ടാണ് ഇത് പലരും പുറകോട്ട് നിൽക്കുന്നത്. അല്ല നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യണം. നമുക്ക് പറയാൻ പറ്റില്ല കസ്റ്റമർ ഏത് ലോഡാണ് ഉപയോഗിക്കുന്നത്. നമ്മള് ആകെ ഒരിടത്ത് ഒരു ഇൻവെർട്ടർ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ആ ഇൻവെർട്ടറിൽ കൊണ്ടുവന്ന ആൾക്കാർ മോട്ടോർ കണ്ടിട്ട് കണക്ട് ചെയ്തു. അത് 850 വിയുടെ ഇൻവെർട്ടറിൽ. എന്നിട്ട് മോട്ടോർ മെഷീൻ ചീത്തയെന്നും പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്തപ്പോ ഉണ്ടായില്ല. വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലൈൻമാൻ വന്ന് റീവയർ ചെയ്ത് കഴിഞ്ഞപ്പോ പറ്റിയ പ്രശ്നമാണ്. അപ്പൊ മറ്റേ ട്രാൻസ്ഫോമർ ഉള്ള ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ചിലപ്പോ അത് പക്ഷെ അവര് പിന്നെ കുറച്ച് തമിഴ്നാടും മറ്റ് ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒത്തിരി പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ലൈറ്റ്നിങ് പ്രോബ്ലം ഇല്ലെങ്കിൽ അത് പ്രോബ്ലം ഇല്ലെന്നാണ് പറയുന്നത്. അവർ അതിന്റെ കൂടെ തന്നെ പിന്നെ SPD, പിന്നെ ACM, SPD, DCM, SPD ഒക്കെ തരുന്നുണ്ട്. എല്ലാം ഒരു യൂണിറ്റ് ആയിട്ടാണ് തരുന്നത്. പിന്നെ സാർ പറഞ്ഞതുപോലെ ഈ പിന്നെ ഇൻഡക്റ്റിംഗ് ലോഡിനുള്ള സംഭവം മാത്രമേ പ്രശ്നം, കാരണം ഔട്ട്പുട്ട് ലോഡിന്റെ പ്രശ്നം മാത്രമേ ചിലപ്പോൾ വന്നേക്കാൻ വഴിയുണ്ടാവുള്ളൂ. സാർ പറഞ്ഞത് കറക്റ്റാ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ. അതെ. രണ്ടാമത്തെ പ്രശ്നം ലൈറ്റ്നിങ് തന്നെയാണ്. കാരണം യൂറോപ്യൻ ഇൻവെർട്ടേഴ്സിന്റെ കമ്പനികളുടെ അടുത്ത് പല കമ്പനികളിലും നമ്മൾ ലൈറ്റ്നിങ്ങിന്റെ ഇഷ്യൂവും കത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പം അവര് പറയണ ഒരു മറുപടി കേരളത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങനെ കംപ്ലൈന്റ്. അതെങ്ങനെ തന്നെ അവരും പറയുന്നത്, ലൈറ്റ്നിങ് യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്ന് പറയുന്നത്. നമ്മൾ വെച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ ചിലപ്പോ വരാം, ചിലപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് വരാം. എനിക്ക് തോന്നുന്നു അനേർട്ടിന്റെ ഇതിനകത്ത് ആദ്യത്തെ പ്രൊജക്ടില് ഓഫ് ഗ്രിഡ് പ്രൊജക്ട്സിൽ ഒത്തിരി ഓഫ് ഗ്രിഡ് ഈ ട്രാൻസ്ഫോമർലെസ് ഇൻവെർട്ടേഴ്സ് പല കമ്പനികളും ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതൊന്നും ഇന്ന് അത് വർക്ക് ചെയ്യണില്ല. ആ ഒരു ഇതും ഉണ്ട്. ഞാനത് ബ്രാൻഡ്സോ അനേർട്ടിന് തന്നെ പറയേണ്ട എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞ, കാരണം പ്രൊജക്ട് ഏതാന്ന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ബട്ട് അനേർട്ട് മനഃപൂർവ്വം ചെയ്തായിരിക്കില്ല. അല്ല ചെയ്തതല്ല, കോൺട്രാക്ടേഴ്സ് വെച്ച് കൊടുക്കുന്നതാണ്.
അപ്പൊ ആ ബ്രാൻഡ്സ് ഫെയിൽ ആയിട്ടുണ്ട്. അല്ല സാർ, ഇത്ര എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം സാർ. അത് എന്തായാലും ഷെയർ ചെയ്യണം. കാരണം നമ്മളൊക്കെ ഒരാൾ പെട്ടാൽ പിന്നെ എല്ലാവരും പെടേണ്ട കാര്യമില്ലല്ലോ. ബാക്കി നമുക്ക് കുറച്ച് ആണല്ലോ, അതുകൊണ്ട് ഷെയർ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ ഗ്രൂപ്പില് ഇപ്പൊ ഒരു ട്രെയിനിങ്ങിന് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി പറഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നതാണ്. നമ്മള് ഒരു സ്ഥാപനം നടത്താണ് ഒരാളാണ്, അപ്പം അത് ഒരു ഡിഫർമേഷനിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ആവശ്യമില്ലാതെ ബ്രാൻഡുകളുടെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആപത്ത് തന്നെയാണ്. സാറിന് അങ്ങനെ ഉണ്ടെങ്കിൽ മേ ബി പേഴ്സണൽ കോൺവെർസേഷനിൽ we might be able to discuss it. But okay, thank you sir. Sir, your number please sir. നമ്പർ ഗ്രൂപ്പിലുണ്ട്. രാഹുൽ sir. അതെ. Okay. Thank you so much sir. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇത് ഒരു 3 kV ഇൻവെർട്ടർ, ഓൺലൈൻ ഇൻവെർട്ടർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം, അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് അതിന്റെ പാനലിന് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഒരു വാക്ക് വേ പോലെയോ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് രണ്ടാമത് ചെയ്യുക ചെയ്തു. അപ്പൊ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് അത് വെൽഡിംഗ് ഒക്കെ നടന്നപ്പോൾ വെൽഡിങ്ങിന്റെ സ്പ്ലാറ്റേഴ്സ് തെറിച്ചിട്ട് പല സ്ഥലത്തും പാനലിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തു പോലെ പിന്നീട് ഒബ്സർവ് ചെയ്യാനിടയായി. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നമ്മുടെ ക്ലാസ്സിൽ ഇത്തരം ഡോട്ടുകൾ പോലെ ഇങ്ങനെ വെൽഡിങ്ങിന്റെ സ്പ്ലാറ്റേഴ്സ് തെറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കൊറോഷൻ വരികയും അത് പാനലിന് 2-3 വർഷം കഴിയുമ്പോൾ അത് തകരാറിലാവും എന്ന് കേട്ടു. എന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ സ്പെഷ്യലായിട്ട് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയത് നല്ലത്. നമുക്ക് ഈ ഒരു കേസിൽ എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചാലും കോട്ടിങ് പോയാലും നമുക്ക് ഈ ഹോട്ട്സ്പോട്ടിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റെയിൻ അല്ലെങ്കിൽ ഈ റെസ്റ്റ് എന്നുള്ള സ്റ്റെയിൻ റിമൂവ് ചെയ്യണ എന്തെങ്കിലും ഒരു കെമിക്കൽ മൈൽഡായിട്ട് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കലേ അതിനൊരു വഴിയുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഹലോ സാർ. KSCBയുടെ കണക്ഷന് പകരം നമ്മൾ ജനറേറ്ററിന് സപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഓൺ ആവുമോ? ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ഓൺ ആവും. ഏത് റെഫറൻസിൽ വർക്ക് ചെയ്താലും റെഫറൻസ് AC ആസ് ഫാർ ആസ് അതിന്റെ പാരാമീറ്ററിനുള്ളിലാണെങ്കിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യും. അപ്പൊ ആ കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല? പറ്റും. അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലോഡ് കുറയുന്ന സമയത്ത് ഇൻവെർട്ടർ ജനറേറ്ററിലേക്ക് ബാക്ക് ഫീഡ് ചെയ്യും. പവർ ഇൻവെർട്ടറിൽ നിന്ന് ജനറേറ്ററിലേക്ക് ബാക്ക് ഫീഡ് ചെയ്യും. അപ്പം അതെ. അപ്പൊ അതിന് ഉള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ വെക്കുന്നതാണ് ഒരു വഴി. മാനുവൽ അല്ല. നമുക്ക് എപ്പോഴാ കറണ്ട് തിരിച്ചങ്ങോട്ട് കയറി പോകുന്നതെന്ന് നമുക്ക് അത്ര മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പം സിംപ്ലസ്റ്റ് വഴി റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ ആണ്. പക്ഷെ റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. റിവേഴ്സ് പ്രൊട്ടക്ഷൻ റിലേ ഇൻവെർട്ടറിൽ നിന്നുള്ള ലൈനിനെയാണ് കട്ടാക്കുന്നത്. ഓക്കെ, തിരിച്ച് പവറിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ ഇൻവെർട്ടർ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എനർജി കൺസംഷൻ കുറവാണെങ്കിൽ തിരിച്ച് ബാക്ക് ഫീഡ് ചെയ്യും. അപ്പൊ പിന്നെ അത് ഓഫ് ആവും. അപ്പം ചില സമയത്ത് ഇപ്പൊ 25 കിലോ വാട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ്, സോളാർ ആണ് വർക്ക് ചെയ്യുന്നത്. 50 കിലോ വാട്ടിന്റെ ഒരു ജനറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നത്. ലോഡ് 0 ആണെന്നുള്ള സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ലോഡ് 10 കിലോ വാട്ട്
അല്ലെങ്കിൽ മേ ബി 25 കിലോവാട്ട് ലോഡ് ഉള്ള ഒരു സമയത്താണെങ്കിൽ പെട്ടെന്ന് ജനറേറ്ററിൽ ലോഡ് അൺബാലൻസ് ഒത്തിരി വരും. അപ്പൊ അത് ഇൻവെർട്ടറിനെയും ബാധിക്കും അത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു കറണ്ട് സെൻസർ വെച്ചിട്ട് DG കൺട്രോളർ അല്ലെങ്കിൽ ഡീസൽ സേവർ എന്ന് പറഞ്ഞ ചില പ്രൊഡക്ട്സ് ഉണ്ട്. പ്രോണീസിന്റെ ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സർക്യൂട്ടർ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അങ്ങനെ പല കമ്പനീസ് ഇതിനകത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പൊ അവരുടെ മോഡ്യൂൾ വാങ്ങി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴാണോ പവർ കുറവ് വേണ്ടത് അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. അതിനകത്ത് ഒത്തിരി പാരാമീറ്റർ ഉണ്ട്. ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷൻ, നമ്മുടെ ലോഡിന്റെ കണ്ടീഷൻ, ജനറേറ്ററിലേക്കുള്ള എനർജിയുടെ ഇത്. അപ്പം എപ്പോഴും എനർജി ജനറേറ്ററിൽ ഒരു 30% ലോഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. അത് ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടണമെങ്കിൽ 30% ലോഡ് എങ്കിലും ജനറേറ്ററിൽ വേണം എന്നാണ് അതിന്റെ കണക്ക്. അപ്പം ആ ലോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി ഇൻവെർട്ടറിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അപ്പം ആ യൂണിറ്റ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഇത് വർക്ക് ചെയ്യിക്കാം സേഫ് ആയിട്ട്. ഇങ്ങനെ ജനറേറ്ററിന്റെ പവർ കമ്മിയും ഇൻവെർട്ടറിന്റെ പവർ കൂട്ടിയാൽ ജനറേറ്ററിനകത്ത് ഒരു മിനിമം ലോഡ് വേണം, എന്നാലേ അത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. സീറോ ലോഡിൽ വർക്ക് ചെയ്യില്ല. സീറോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഫ്യൂവൽ കൺസംഷൻ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു 30% ലോഡ് എന്നാണ് ഡെയ്ഫ് പോലെ കമ്പനികൾ പറയണത്. ഇൻവെർട്ടറിനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ 30% ലോഡാണ് അതിനകത്ത് ഒപ്റ്റിമം ലോഡ് എന്ന് ആണ് ഈ പല കണ്ടുപിടുത്തങ്ങളും അല്ലെങ്കിൽ പല കാൽക്കുലേഷൻസും അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ആ ലോഡ് ഇൻവെർട്ടറിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി പോരാത്തത് മാത്രം സോളാറിൽ നിന്ന് എടുത്ത് മാനേജ് ചെയ്യുന്നു. അത് ശരി. അപ്പൊ 5 കിലോവാട്ടിന്റെ ജനറേറ്ററും ഒരു 10 കിലോവാട്ടിന്റെ ഇൻവെർട്ടറും വെച്ചാലും ആ ലോഡ് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റുമല്ലോ. 5 കിലോവാട്ടിന്റെ ജനറേറ്ററിൽ ലോഡ്. പക്ഷെ രണ്ടും ഫ്ലക്ച്വേറ്റിംഗ് സോഴ്സസ് ആണ്. എന്ന് പറഞ്ഞാൽ സാറിന്റെ ലോഡ് വേരി ചെയ്യും, സാറിന്റെ സോളാർ പ്രൊഡക്ഷനും വേരി ചെയ്യും. അപ്പം കൺസിസ്റ്റന്റ് അല്ല സോളാറിന്റെ പവർ. അത് KCB എന്ന് പറഞ്ഞ ലൈനിന്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമല്ലോ. അല്ല, നമ്മളിപ്പോ ജനറേറ്ററിന്റെ ആയിട്ടല്ലേ സംസാരിക്കുന്നത്? അതെ, അല്ല അതല്ല ചോദിക്കുന്നത്. KCBയുടെ ലൈൻ കമ്മിയായാലും ഇൻവെർട്ടർ ഓഫ് ആവില്ലേ? അതെന്തായാലും ഉണ്ടാവും. അതേപോലെ ഇവിടെ ആ ഒരു ആ വേരിയേഷനെ നമ്മൾ മാനേജ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് ശരി. ആ ഫുൾ ലോഡിലേ അത് പറ്റുള്ളൂ. അപ്പൊ അതിനെ മാനേജ് ചെയ്യാനാണ് ഈ കൺട്രോളേഴ്സ്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ കൺട്രോളറിന്റെ കോസ്റ്റ് 3 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 4 ലക്ഷം രൂപയൊക്കെ വരും ഓരോ കമ്പനി. കൺട്രോളറിന്റെ കോസ്റ്റ് വരും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ചെറിയ സിസ്റ്റത്തിലൊന്നും ഇത് പ്രാക്ടിക്കൽ അല്ല. അതൊരു ബാങ്കുകാരെ ചോദിച്ചാൽ, അപ്പൊ ബാങ്കിൽ ഓൾറെഡി അവർക്ക് ജനറേറ്റർ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ഓൺ ഗ്രിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ജനറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. RPR വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ RPRനെ എപ്പോഴും ഇന്ററപ്റ്റ് ചെയ്തോണ്ടിരിക്കും. മിനിമം ലോഡ് ഡെയിലി ഉണ്ടെങ്കിൽ അതുണ്ടാവും. രാവിലെ ഒരു 10-20 കമ്പ്യൂട്ടർ, ലൈറ്റ്, ഫാനൊക്കെ അവര് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യും. പക്ഷെ പെട്ടെന്ന് ലോഡ് കുറയുമ്പോൾ ഇൻവെർട്ടർ ഇന്ററപ്റ്റ് ചെയ്തോണ്ടിരിക്കും. താങ്ക് യു. ചോദ്യങ്ങള് ഈ
EV ചാർജിങ്ങിൽ വേണമെങ്കിൽ കുറച്ച് ബേസിക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ രാഹുൽ പറഞ്ഞോളൂ. തൽക്കാലം വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും ഓക്കെ. നമ്മള് EVയില് ബേസിക്കലി AC ചാർജിങ് DC ചാർജിങ് ആണ് ഉള്ളത്. ഓക്കെ, AC ചാർജിങ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഉള്ളില് ചാർജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ വണ്ടിയിലും വലിയ ഒരു ചാർജർ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ചാർജേഴ്സ് ആയിരിക്കും AC ചാർജേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. AC-ന്ന് കൺവേർട്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫാസ്റ്റ് ചാർജേഴ്സ് എപ്പോഴും സ്റ്റേഷൻസ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. ചില ഫോർ എക്സാമ്പിൾ 60 kW ഒക്കെ ചാർജിങ് സ്റ്റേഷൻ. അപ്പൊ അതിനകത്ത് DC ആയിരിക്കും നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു 60 kWh ബാറ്ററി ബാങ്ക് ആണെങ്കിൽ നമ്മൾ 60 kW വെച്ചിട്ട് ചാർജ് ചെയ്യുവാണെങ്കിൽ 1 hour കൊണ്ട് ചാർജ് ആവും. അപ്പം അതേസമയം നമ്മളുടെ വണ്ടികളിലുള്ള ഇൻബിൽ ചാർജേഴ്സ് നമുക്ക് ഒരു 10 hour കൊണ്ട് ചാർജ് ചെയ്യാവുന്ന ചാർജേഴ്സ് ആയിരിക്കും. അപ്പൊ അത് ഒരു 6 kW അല്ലെങ്കിൽ 5 kW ചാർജേഴ്സ് ആയിരിക്കും നമുക്ക് വീടുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ചാർജിങ് അതിനകത്ത് നടക്കുകയുള്ളൂ. അപ്പം സാധാരണ സിംഗിൾ ഫേസിൽ നിന്ന് 16 amps മുകളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് സ്ലോ ചാർജേഴ്സ് ആയിരിക്കും വണ്ടികളുടെ കൂടെ നമുക്ക് കിട്ടുന്ന ചാർജേഴ്സ്. ഈ ചാർജേഴ്സിന് നമുക്ക് എന്തോരം യൂണിറ്റ് ചാർജായി അത് എപ്പോ പവർ കട്ട് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വഴി ഈ എക്സ്റ്റേണൽ ചാർജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യണത്. ഇപ്പം നമ്മൾ DC ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് 60 amps ആ ചാർജിങ് ബാറ്ററിയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പം ബാറ്ററി അതിനെ ഓവർ ചാർജ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം ബാറ്ററി ആദ്യം തന്നെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ പറയും എനിക്ക് ഇത്ര വോൾട്ടേജിൽ ഇത്ര കറണ്ട് പവർ വേണം എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ ചാർജിങ് സ്റ്റേഷനിലേക്ക് കൊടുത്തതിന് ശേഷമാണ് അത് ചാർജിങ് കൊടുക്കുക. അപ്പൊ ഇത് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്ക് RF ടാഗും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അതിനും ഉള്ള ഓപ്ഷൻ ഈ ചാർജിങ് സ്റ്റേഷൻസിലുണ്ട്. പല ചാർജിങ് സ്റ്റേഷൻസിൽ ഉള്ള ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഓട്ടോറിക്ഷ ആണെങ്കിൽ പല കോൺസെപ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ചിലത് അതിൻ്റെതായ ചാർജർ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചാർജർ ആയിരിക്കില്ല. കാരണം കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി ചെറിയ കണക്ടറും അത് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാർജേഴ്സ് ഉണ്ട്. അത് ഈ ഓട്ടോ ചെറിയ 2 വീലേഴ്സ് അങ്ങനെയുള്ള ഇതിനൊക്കെ അങ്ങനത്തെ ചാർജേഴ്സാണ്. ഈവൻ റേവ എല്ലാം ആദ്യം വന്നിരുന്നത് എക്സ്റ്റേണൽ ചാർജർ വെച്ചിട്ടാണ്. ഒരു മെറ്റൽ ബോക്സിൽ ഉള്ള ചാർജർ വണ്ടിയുടെ കൂടെ സപ്ലൈ ചെയ്യും. അപ്പം വീട്ടിൽ അത് കണക്ട് ചെയ്യാം, DC വെച്ച് ചാർജ് ചെയ്യാം. അപ്പം അതിനകത്ത് ഇൻബിൽറ്റ് ചാർജേഴ്സ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് AC-ന്ന് നമുക്ക് നേരിട്ട് പവർ വാളിൽ നിന്ന് എടുത്ത് കുത്തി ഈ ബാറ്ററീനെ വണ്ടികളിലുള്ള ബാറ്ററീനെ നമുക്ക് ചാർജ് ചെയ്യാൻ ഓപ്ഷൻസ് ആദ്യത്തെ വണ്ടികളിൽ ഉണ്ടായില്ല. ഇപ്പൊ വരുന്ന വാഹനങ്ങളിലാണ് ഇൻബിൽറ്റ് ചാർജർ ഉള്ളത്. ഇൻഫാക്ട് കുറഞ്ഞ വണ്ടികളിൽ ഇൻബിൽറ്റ് ചാർജർ ഇല്ല. ഒരു കാറുകളിലൊക്കെയാണ് ഇൻബിൽറ്റ് ചാർജേഴ്സ് ഉള്ളത്, നല്ല കൂടിയ കാറുകളിൽ. അപ്പം നമുക്ക് 8 hour ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ രാത്രി കൊണ്ടുവന്നിട്ട് രാവിലെ ചാർജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന രീതിയിലാണ് ചാർജേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിന്റെ കറണ്ട് ലിമിറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം നമ്മുടെ വീട്ടിലെ സോക്കറ്റിൽ നിന്ന് അത്രയും പവർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ചാർജേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിനകത്ത് ഈ ചാർജിങ്ങിനകത്ത് ചാഡെമോ, CCS എന്നൊക്കെ പറഞ്ഞ 2 സ്റ്റാൻഡേർഡ്സ് ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ടെസ്ലയുടേതായ ഒരു പ്രോട്ടോകോളാണ് ടെസ്ല ഫോളോ ചെയ്യുന്നത്. മേ ബി സാറിന് അതിനേക്കാളും നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഞാനിതിനകത്ത് അത്ര എക്സ്പേർട്ട് ആയിട്ടില്ല. ദൈവം സഹായിച്ച് ചിലപ്പം ഫ്യൂച്ചറിലാവുമായിരിക്കും. നിങ്ങളെ
സോളാർ എന്ന് പഠിക്കണ പോലെ ഞാൻ ടെസ്ല കൊടുക്കുന്നുണ്ട് അവര് ആക്ച്വലി നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അത് 8 hours ചാർജിങ് ആണത്. അതെ പിന്നെ കൂടെ ഒരു സെറ്റ് കൊടുക്കണം, വാങ്ങിക്കാൻ പറ്റും നമുക്ക് എക്സ്ട്രാ. അത് നമുക്ക് വീട്ടിൽ വാളിൽ മൗണ്ട് ചെയ്യാം. അത് DC ചാർജറാ, ക്വിക്ക് ചാർജർ. ഓക്കെ. അത് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം അത് അവരുടെ നിന്ന്. വേറെ വണ്ടി കൂടെ കിട്ടുമ്പോൾ വാൾ ചാർജർ കിട്ടുള്ളൂ സാധാരണ. ഓക്കെ. അപ്പം ഞാൻ ക്രിസ് സാറുമായിട്ട് സംസാരിച്ചു. അപ്പം അടുത്ത വരുന്ന ഏതെങ്കിലും ആഴ്ചകളിൽ നമുക്ക് ആ ക്ലാസ് വെച്ച് തരാമെന്ന് പറഞ്ഞു. നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാനും ക്ഷമ ചോദിക്കുന്ന ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ വന്നതുകൊണ്ട്. ഓക്കെ. എന്നിരുന്നാലും നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആ സമയത്ത് നടത്തി തന്നു. രാഹുൽ എന്ന് പറയുന്നത് റിം സോളാറിന്റെ പ്രൊപ്പറേറ്ററാണ്. നമുക്ക് പല ക്ലാസ്സുകളൊക്കെ രാഹുൽ നടത്തി തന്നിട്ടുണ്ട്. എല്ലാം വളരെ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് സോളാർ ഫീൽഡിലുണ്ട്. മെഗാവാട്ട് പ്രോജക്റ്റ് ഇപ്പോഴെല്ലാം റൺ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒത്തിരി സവിശേഷതകൾ രാഹുലിനുണ്ട്. രാഹുൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്തി തന്നതിന് നന്ദി. അതുപോലെ തന്നെ ബെന്നി സാറിനും ഈ മേഖലയിൽ നല്ലൊരു ഇതാണ്. വളരെ മെച്ചമായ രീതിയിൽ കാര്യങ്ങളൊക്കെ തന്മയത്തോടുകൂടിയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എല്ലാവരുടെയും ചോദ്യങ്ങൾക്കൊക്കെ നല്ല മറുപടി പറയാൻ നല്ല എക്സ്പീരിയൻസ് ആണ് ബെന്നി സാറിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. രാഹുൽ താങ്ക് യു. ബെന്നി സാർ താങ്ക് യു. അടുത്ത ആഴ്ച നമുക്ക് ഒരു സെഷൻ ഒക്കെ ക്രമീകരിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ. അപ്പം ഈ ആഴ്ച ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ സ്ക്രീൻ കാണാമോ? ഇതാ വീഡിയോ ആണ്, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ AC കപ്പിൾഡ് സിസ്റ്റം ആണ്. അപ്പൊ AC ഇൻവെർട്ടർ ആണ് PV ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അത് 1500 വാട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാറ്ററി ഫുള്ളായി AC ലോഡ് 499 വാട്ട് 500 വാട്ടിനടുത്ത്. ബാക്കിയുള്ള എനർജി ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് -913 വാട്ട് എന്ന് കാണിക്കുന്നത്. അത് ഗ്രിഡിലേക്ക് പോകുന്നതാണ് അല്ലേ? എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ലൈവ് ആണ്, അത് ലൈവ് റണ്ണിങ് ആണ്. അത് ഇപ്പോ ഞാൻ പ്ലാന്റ് ലൈവ് ആണ്. ഇതിപ്പോ ഞാൻ നേരത്തെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന്റെ വീഡിയോ ഷെയർ ചെയ്തു. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അറിയാം. ഓക്കെ. അപ്പൊ ഇത് വർക്കിംഗ് സൈറ്റ് ആണ്, ഇത് കമ്മീഷൻഡ് ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സർ. സാർ ഞാൻ എന്റെ നമ്പർ വാട്സാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സാറിന് വാട്സാപ്പ് ഇട്ടുണ്ട്, കണ്ണൻ സാറിന് വാട്സാപ്പ് ഇട്ടുണ്ട് കേട്ടോ. ഓക്കെ. സാറേ ഞാനൊന്ന് വാട്സാപ്പ് ചെയ്തിടാം, എന്നെ ഒന്ന് ആഡ് ചെയ്യണോ? ശരി. ശരി സാർ. ഓക്കെ.